മെസ്സി പരിപാടിക്കായുള്ള സർക്കാർ നടപടികളിൽ ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമുണ്ടായതായി കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട്. സ്പോൺസർഷിപ്പിന് സർക്കാർ അംഗീകാരം നൽകും മുൻപേ റിപ്പോർട്ടർ ടിവി AFAയുമായി കരാറിലേർപ്പെട്ടു. സ്വകാര്യ കമ്പനി നടത്തിയ ഇടപാടുകൾക്ക് പിന്നീട് സർക്കാർ അംഗീകാരം നൽകിയത് ആർട്ടിക്കിൾ 166 നിർദ്ദേശങ്ങളുടെ ലംഘനമെന്നാണ് കണ്ടെത്തൽ. സ്പോൺസറുടെ ആവശ്യപ്രകാരം പുതിയ ഉത്തരവിറക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനെ സംസ്ഥാന സർക്കാർ സ്പോൺസറായി അംഗീകരിച്ച് ഉത്തരവിറക്കുന്നത് 2024 ഡിസംബർ 24 അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കരാറിൽ ഏർപ്പെടാൻ അനുമതി നൽകിയത് 2025 ജനുവരിയിലും. എന്നാൽ ഇതിനെല്ലാം മുമ്പേ 2024 ഡിസംബർ 20 തന്നെ AFAയുമായി റിപ്പോർട്ടർ കമ്പനി കരാറിൽ ഏർപ്പെട്ടു. സർക്കാർ ഉത്തരവ് വരുന്നതിന് മുമ്പ് തന്നെ റിപ്പോർട്ടർ ടിവിയുടെ കമ്പനി അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കരാറുണ്ടാക്കി. ഒരു സ്വകാര്യ കമ്പനി നടത്തിയ ഇടപാടിന് പിന്നീട് സർക്കാർ അംഗീകാരം നൽകിയത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണെന്നാണ് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. അർജന്റീനയുമായി കളിക്കേണ്ട ഓസ്ട്രേലിയൻ ഫുട്ബോൾ അസോസിയേഷനുമായും കരാറുണ്ടാക്കി. അതിൽ സർക്കാർ സംരംഭമെന്ന് പറയുന്നതും സർക്കാരിന് നിയമപരമായ ബാധ്യതയുണ്ടാക്കുന്നതാണെന്നും റിപ്പോർട്ടിലുണ്ട്. മെസ്സിയോ അർജന്റീന ടീമോ കേരളത്തിൽ എത്തുമെന്ന് ഉറപ്പില്ലാതിരുന്നിട്ടും സ്പോൺസർക്ക് വൻതോതിലുള്ള ആനുകൂല്യങ്ങളും ടാക്സ് ചെലവുകളും അനുവദിച്ചതായും റിപ്പോർട്ട് പറയുന്നു. അതേസമയം മെസ്സിയെ കൊണ്ടുവരാനുള്ള നടപടികൾ വീഴ്ചയില്ലെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. അതിനകത്ത് ഈ പറയുന്ന തരത്തിലുള്ള ഒരു പ്രശ്നവും അടങ്ങിയിട്ടില്ല. വരണമെന്ന് പൊതുവിൽ നാട് ആഗ്രഹിച്ചിരുന്നു. വരുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്തിരുന്നു. സ്പെയിനിൽ മന്ത്രി പോകുന്നതിനൊക്കെ വേറെ കരാറൊന്നും വേണ്ട. എനിക്കതറിയില്ല. എനിക്ക് അങ്ങനെ കത്ത് കിട്ടിയ ഓർമ്മയില്ല. മെസ്സി റിപ്പോർട്ടിന്മേൽ തുടർ നടപടി നാളത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിക്കും. മുഹമ്മദ് അസ്ലം, മീഡിയ വൺ, തിരുവനന്തപുരം.